സയേവമനുഭൂയേദം നാരായണ വിനിർമ്മിതം വൈഭവം യോഗമായായ തമേവ ശരണം യയൗ. മാർക്കണ്ഡേയൻ താൻ കണ്ട ആ അത്ഭുതമായ ആ പ്രപഞ്ചത്തെ ഓർത്തിച്ച് അത്ഭുതപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. ഇത് മുഴുവനും ആ ഭഗവാൻ കാണിച്ചതാണ് ഈ മായ. ഈ മായയെ മറികടക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ. എന്താണ്? ആ തൃപ്പാദങ്ങളെ തന്നെ ആരാണോ മായ കാണിച്ചത് അയാളെ തന്നെ ആശ്രയിക്കുക. ഇനിയോ അതിനു വേണ്ടിയിട്ട് മാർക്കണ്ഡേയൻ പറയാണ്, പ്രപന്നോസ്മി അഘ്രിമൂലം തേ പ്രപന്നാഭയദം ഹരേ യന്മായയാ വിവിബുധ മുഹ്യന്തി ജ്ഞാനകാശയാ. അല്ലയോ ഭഗവാനെ, ഈ അയഥാർത്ഥമായ സത്യമല്ലാത്തത് കാണുമ്പോഴൊക്കെ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നു. ആർക്ക്? അറിവുള്ളവൻ പോലും ഇതിൽ പെട്ടുപോകുന്നു. പഠിച്ചവൻ പോലും പെട്ടുപോവുകയാണ്. ആണ് ഞാൻ നാരായണ ഗുരുദേവൻ പറയും, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. ഈ അറിവുണ്ട്, പഠിപ്പുണ്ടെന്ന് പറയുന്നവര് പോലും മായയിൽ പെട്ടുപോകുന്നു. എന്തുകൊണ്ടാണ്? ഇത് ശരി എന്ന് തോന്നിപ്പിക്കും. ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് അകന്ന ബന്ധുവിൽ ഒരാളുണ്ട്, ഹസ്ര എന്ന പേര്. ഇദ്ദേഹം ആധ്യാത്മിക രാമായണം നല്ല പഠനമാണ്. ഇപ്പൊ രാമകൃഷ്ണദേവനെ ലോകം മുഴുവൻ അംഗീകരിച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങുന്ന ഘട്ടമാണ്. ഇദ്ദേഹം ആ ഗോപുരവാദത്തിൽ ഇരിക്കും. ആരെ കാണാനാ വരുന്നേ? ഠാക്കൂറിനെ കാണാൻ. അവന് മുഴുവൻ പറഞ്ഞു കൊടുത്ത് ഞാനാ, എന്നെ കണ്ടാലും മതി. ഹർഷ ഗോപുരവാദത്തിരുന്ന് പറയുന്നതാണ്. എന്നിട്ട് ഇടയ്ക്ക് ഹർഷ അകത്തേക്ക് വന്നിട്ട് പറയും, രാമകൃഷ്ണ, എനിക്കിപ്പോ സത്യം മനസ്സിലായി. എന്താ? അങ്ങ് മഹാത്മാവാണ്. ഇനി എനിക്ക് അബദ്ധം പറ്റില്ല, മായ എന്നെ ബാധിക്കില്ല. അവർ നമസ്കരിക്കും. രാമകൃഷ്ണൻ പറയാണ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം കുറച്ച് മൂക്കിപ്പൊടി എടുത്ത് അങ്ങോട്ട് വരിക്കും. എന്നിട്ട് അധ്യാത്മരാമായണം എടുത്ത് വായിക്കും. അത് 2 ശ്ലോകം ചൊല്ലും. അപ്പൊ എന്താണ്? ഇതൊക്കെ അങ്ങ് മറന്നുപോകും. എന്താ? ശ്രീരാമകൃഷ്ണൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഞാനിതൊക്കെ പഠിച്ച ആളാണ്, എനിക്കിതെല്ലാം അറിയാം, മൂപ്പർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഞാനാണല്ലോ. അറിവില്ലാത്തതുകൊണ്ടല്ല, ഈ മായയുടെ ബലം അറിവുള്ളവനെ കൂടി എന്താക്കി മാറ്റും? അപകടത്തിൽ ആക്കി മാറ്റും എന്നർത്ഥം. അത് സൂതൻ പറഞ്ഞു. അതുകൊണ്ട് തമേവ നിവൃതാത്മാനം വൃഷേണതി വിഭജ്യടൻ രുദ്രാണ്യ ഭഗവാൻ രുദ്രോ ദദർശ സ്വഗണയേർവൃത. ഇങ്ങനെ ഇദ്ദേഹം ആത്മാനന്ദത്തിൽ ഇങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാക്ഷാൽ ശ്രീ മഹാദേവൻ ആകാശമാർഗത്തിൽ ദേവി പാർവതിയോടുകൂടി തൻ്റെ ആ ഗണങ്ങളോടുകൂടി ഇങ്ങനെ പോവുകയാണ്. പോകുമ്പം താഴേക്ക് നോക്കി ദേവി, അധോമ തം ഋഷിം വീക്ഷ്യ ഗിരിശം സമഭാഷത. നോക്കിയപ്പോ ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ദേവിക്ക് ആനന്ദായി. കാരണം ഇരിക്കുന്ന ആൾ ആനന്ദത്തിൽ ഇരിക്കുകയാണ് അല്ലേ? ഒരാൾ മുഖം വീർപ്പിച്ചിട്ട് നമുക്ക് എന്ത് പറ്റും? നമ്മുടെ മുഖം വീർത്തു പോകും. ഒരാൾ ഈശ്വരാനന്ദത്തിൽ ഇരിക്കണം കണ്ടാലോ സ്വാഭാവികമായിട്ട് വരും. അതുകൊണ്ട് വിവേൻ സ്വാമി പറഞ്ഞേ, മൂഡ് ഔട്ട് എന്നുള്ള സൂക്കേട് പിടിച്ചവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, വാലടച്ചിരുന്നോളണം. അതൊരു സൂക്കേടാണ്, പകർച്ചവ്യാധിയാണ്. പുറത്തിറങ്ങി എല്ലാവരും പിടിക്കും. നമ്മൾ പറയും മൂഡ് ഔട്ടായി എന്നൊക്കെ പറയില്ലേ, അത് സൂക്കേടാ. ആ സൂക്കേട് പകരുന്നതാണ്. അതുകൊണ്ട് വീടിൻ്റെ അത് കയറിയിരുന്നോളണം എന്ന് വിവേൻ സ്വാമി പറയും. ആ ഈശ്വരാനുഭൂതിയിൽ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ദേവിക്ക് വലിയ സന്തോഷമായി. ദേവി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങോട്ട് നോക്കൂ, എന്ത് ആനന്ദത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നോക്കുക, ഒരു സമുദ്രം ഇളക്കമില്ലാതെ, മീൻകൂട്ടത്തോടു കൂടി ഒരു സമുദ്രം ഇളക്കമില്ലാതിരിക്കണം സങ്കല്പിച്ചു നോക്കൂ. ഒരു സമുദ്രം അനങ്ങാണ്ടിരിക്കണു. അവിടുത്തെ മത്സ്യങ്ങൾ അപ്പോഴെന്താ ചിത്രത്തിൽ കാണുന്ന പോലെ അനങ്ങാതിരിക്കൂലേ? അതുപോലെ ഇതാ ആ വ്യക്തി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചിത്തം, മനസ്സ് നിശ്ചലമാണ്. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ അനങ്ങുന്നില്ല. നമ്മൾ അനങ്ങാണ്ടിരിക്കണ്ടോ? ഉണ്ടോ? പിടിക്കുമ്പോൾ ചിന്ത പലയിടത്തും പോകണല്ലേ? അതാണ് ബാബു പറയും, ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ എത്ര കഷ്ടാന്നറിയാം. അപ്പൊ 5 ഭാര്യ ഉണ്ടെങ്കിലോ? ആ ഒരു ഭാര്യ പറഞ്ഞ മനസ്സാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണ്ടേ? അപ്പൊ 5 പേരുണ്ടെങ്കിലോ? പിന്നെ അവന്റെ അല്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളതാ കണ്ണ്,
കാത്, മൂക്ക്, ത്വക്ക്, നാക്ക്. ഈ 4 ഭാര്യമാരുടെ ഇഷ്ടത്തിന് നമ്മൾ ഓടുകയാണ്. മധുരം വേണ്ടാന്ന് പറഞ്ഞ ആരാണ്? കുറവാന്ന് പറയുന്ന ആരാണ്? നാവെന്ന ഭാര്യ. ഈ പാട്ട് കേട്ടാ കൊള്ളില്ല എന്ന് പറയുന്ന ആരാണ്? ചെവി എന്ന ഭാര്യ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പുറകെ ഓടി കഴിഞ്ഞ് നടക്കും. ഈ ജീവൻ വലയുകയാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമായിരിക്കുന്നു. എന്ത് ആനന്ദത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഉണ്ട്, ഇവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുന്നു ഭഗവാനല്ലോ. ചെല്ലൂ, അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കൂ എന്ന് ദേവി പറയാണ്. അപ്പൊ അനുഗ്രഹത്തിന് വേണ്ടി പോലും നമ്മൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഉള്ളിൽ ഭഗവാൻ ഉറപ്പിച്ചാൽ ഭഗവാൻ നമ്മളെ തേടി വരും. അല്ലേ? രുക്മിണി ദേവി ശ്രീകൃഷ്ണനെ തേടി പോയോ? പോകാൻ പറ്റില്ല. എവിടെ പോവാനാ? ശിശുപാലനും ജരാസന്ധനും ഒക്കെ എന്താ ഇവിടെ സെക്യൂരിറ്റി കൊടുത്തേക്കുക. എങ്ങനെ പോവാനാ? ദേവിക്ക് ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. രുക്മിണി ദേവിക്ക്, എനിക്ക് ഒരു രക്ഷയില്ല, എന്നെ വന്ന് രക്ഷിക്കണേ. ഇങ്ങനൊരു ദുഃഖം ഉണ്ടെങ്കിൽ ആ ജീവന്റെ ദുഃഖം അറിയിക്കാനായിട്ട് ആരുണ്ടാവും? ആരെങ്കിലും വരും. ആരെങ്കിലും വന്നില്ലെങ്കിലും കേൾക്കാനും പറ്റും. ഗജേന്ദ്ര മോക്ഷം കഥ രാജാവിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞു ഏൽപ്പിക്കുകയാണ്. അപ്പൊ രാജാവ് ഈ പണ്ഡിതനോട് ചോദിച്ചു, അല്ല, ഈ ആന വിളിച്ചപ്പോ വിളി കേട്ടു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ വൈകുണ്ഠത്തിന്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു എന്ന് ചോദിച്ചു. ഇത് കുതർക്കമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ വലിയ ചോദ്യത്തിനൊന്നും എന്റെ ഗുരു പറയില്ല, ഞാൻ ഉത്തരം പറയാം. പണ്ഡിതന് കേട്ടോ വിഷമായി, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയാ? അപ്പൊ അത് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ എന്റെ ഉത്തരം പറയാം. ഈ ആന നിലവിളിച്ചപ്പോ കേൾക്കാൻ എത്ര ദൂരം ഉണ്ടായിരുന്നോ അത്ര അടുത്തായിരുന്നു വൈകുണ്ഠം. മാത്രല്ല, ചെവി പൊട്ടുന്ന വിധത്തിൽ വിളിച്ചാലും ഹൃദയത്തിൽ നിന്നല്ല ആ ശബ്ദം വരുന്നെങ്കിൽ അത് കേൾക്കാൻ പറ്റാത്ത അത്ര ദൂരത്തിലുമാണ് വൈകുണ്ഠം. ഹൃദയത്തിൽ നിന്നാണ് കൃഷ്ണ എന്ന് വിളിക്കണതെങ്കിൽ ആ ശബ്ദം പോലും കേൾക്കണ്ട, വൈകുണ്ഠ അത്ര അടുത്ത് നിന്ന് കേൾക്കും. അഹങ്കാരത്തിൽ നിന്നാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റില്ലാത്ത അത്ര ദൂരത്തിലാണ് എഴുതിയിരിക്കുന്നത് ഈ വൈകുണ്ഠ സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ നമ്മളെ തേടിയാണ് വരുന്നത്, നമ്മൾ ഭഗവാനെ തേടിയല്ല. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും. കാരണം ചിലർക്ക് ശബരിമല പോണ ഇഷ്ടാ. അവിടെ ചെന്ന് അയ്യപ്പസ്വാമി പറഞ്ഞു, നീ എൻ്റെ ആളാണ്. പിന്നെ എന്താ, എല്ലാ മാസവും പോകാൻ തുടങ്ങി. ചിലർക്ക് ഗുരുവായൂർ പോകുമ്പോഴായിരിക്കും അത് തോന്നേ, എന്തൊരു രസാ ഗുരുവായൂരപ്പ. പിന്നെ അദ്ദേഹം മാസം മാസം 1-ാം തീയതി ഇടാൻ പോകും. ചിലർക്ക് ചോറ്റാനിക്ക് ചെല്ലുമ്പോഴായിരിക്കും. അപ്പൊ നമ്മളെവിടെയൊക്കെ സ്വീകരിച്ചത് ആരാ? നമുക്ക് ഏതെങ്കിലും ഒന്നിനോട് ഇഷ്ടം വരില്ലേ? ആ മൂർത്തി നമ്മുടെ വാസനയ്ക്കനുസരിച്ച് ഭഗവാൻ ആ മൂർത്തി സ്വരൂപത്തിൽ വന്ന് നമ്മളെ സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് സത്യം. ഭഗവാൻ വരികയാണ്, അങ്ങ് വരം കൊടുക്കൂ എന്ന് പറയാണ്. ഇവിടെ ഭഗവാനാണ് ബുദ്ധിമുട്ട്. ഭഗവാൻ എന്താ പറഞ്ഞേ? നൈവേച്ഛാത്യാശിഷക്വാപി ബ്രഹ്മർഷിർമോക്ഷമപ്യുത ഭക്തിം പരാം ഭഗവതി ലബ്ധവാൻ പുരുഷേവ്യയേ. അതേ, എങ്ങനെ കൊടുക്കാനാ? കാരണം അദ്ദേഹത്തിന് ഭഗവാനിൽ അഴവില്ലാത്ത നശിക്കാത്ത ഭക്തി ഉറച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ആ ഉത്തമ ഭക്തി ഉള്ളതുകൊണ്ട് ഇനി ഒന്നും അദ്ദേഹത്തിന് വേണ്ടതില്ല, അദ്ദേഹത്തിനൊന്നും ആവശ്യമില്ല. അവരുടെ മുമ്പിൽ വിട്ട് എന്താ വരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ടെന്നേ പറയുള്ളൂ. അപ്പൊ ഭഗവാൻ ആരുടെ മുമ്പിൽ ദരിദ്രനാവും? ഭക്തന്റെ മുമ്പിൽ. എന്തെങ്കിലും ചോദിച്ചാലേ തരാൻ പറ്റുള്ളൂ. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? രമണ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാന്റെ മുമ്പിൽ സാക്ഷാൽ അരുണാചല ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്ത് ചോദിക്കുന്നു ചോദിച്ചു. നമ്മളാണ് എന്ത് പറയും? ലിസ്റ്റ് എഴുതി വച്ചിട്ടുണ്ടോ, കൊടുത്താൽ മതി എന്ന് പറയും. രമണ മഹർഷി പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയും, ഈ വന്നിട്ട് പോണ പരിപാടി ഒന്നും വേണ്ട. പ്രത്യക്ഷപ്പെട്ട പിന്നെ അപ്രത്യക്ഷാവില്ലേ? ഈ വന്നിട്ട് പോണ പരിപാടി ഒന്നും വേണ്ട. വന്നിട്ട് പെർമനന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മതി. വന്നിട്ട് പോണ ഈശ്വരനൊക്കെ, വരുന്ന ഈശ്വരനൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. വന്ന് സ്ഥിരം നിന്നാലോ എന്നും കൂടെ ഉണ്ടാവും. ആ ഉള്ളിൽ ഭഗവാനെ സ്ഥിരമായി കിട്ടുന്നതാണ് യഥാർത്ഥ സിദ്ധി. അത് കിട്ടിക്കഴിഞ്ഞാണ് ശ്രീനാരദൻ പറഞ്ഞത്, യം ലബ്ധ്വാ പുമാൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ പുരുഷൻ, ആ ജീവാത്മാവ് തൃപ്തോ ഭവതി മത്തോ ഭവതി.
ആത്മരാമോ ഭവതി. അവൻ മത്തനാവും, തൃപ്തനാവും, ഇനി അവന് യാതൊന്നും വേണ്ട. ആ അവസ്ഥയിലാണ് നമ്മുടെ മാർക്കണ്ഡേയൻ ഇരിക്കുന്നത്. ദേവി, പിന്നെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്? എന്നാലും ചെല്ലാം. കാരണം എന്താ? അധാവി അധാപി സംവദിഷ്യാമോ ഭവാന്യേതേന സാധുനാം അയം ഹി പരമോ ലാഭോ നൃണാം നൃണാം സാധു സമാഗമ. ഭാഗവത്തിന്റെ സാരമാണ്. എന്താണ്? മനുഷ്യർക്ക് ഏറ്റവും, മനുഷ്യനായിട്ട് ജനിച്ച ഒരുത്തിന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സത്സംഗം. ശ്രീമദ് ഭാഗവതം മുഴുവൻ സത്സംഗ കഥകളാണ്. സത്സംഗം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടോ അതൊക്കെ സത്സംഗമാണ്. സത്ത് ഈശ്വരൻ. ഭാഗവത കഥ കേൾക്കാൻ പോയി നിന്നിട്ട് വേണ്ടാത്ത കഥയാ പറയണമെങ്കിൽ ഭഗവാനെ ഒഴിച്ച് ബാക്കിയൊക്കെ ഓർക്കും. സത്സംഗാവില്ല. ഇല്ലേ? വില കുറഞ്ഞ തമാശകളും അതും ഇതൊക്കെ പറയുമ്പോൾ അത് സത്സംഗാവുന്നില്ല. മറിച്ച് ചൈതന്യ മഹാപ്രഭു നവദ്വീപിലൂടെ പോകുമ്പോൾ എടയ്ക്ക കൊട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം സമാധിസ്ഥനായി. എന്തു പറ്റിയെന്ന് വെച്ചു? ആ ഇടയ്ക്ക ഉണ്ടാക്കിയത് ഏതോ പശുവിന്റെ അകിട്ടിലെ തൊലി കൊണ്ടാണ്. പശു എൻ്റെ കണ്ണൻ്റെ കൂട്ടുകാരനല്ലേ. ആ പശുവിനെ ഓർത്തപ്പോ എന്ത് തോന്നുന്നു? പശുവിനെ ഓർമ്മ വന്നു. പശുവിനെ ഓർമ്മ വന്നപ്പോ ആരാ ഓർമ്മ വന്നു? ഗോപാലിന് ഓർമ്മ വന്നു, ഭഗവാന് ഓർമ്മ വന്നു, സമാധിസ്ഥനായി. അപ്പൊ ആ ഇടയ്ക്കയുടെ ശബ്ദം എന്തായി? സത്സംഗമായി. ശ്രീരാമകൃഷ്ണനെ കാഴ്ചമംഗളം കാണിക്കാൻ കൊണ്ടുപോയി. സിംഹത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ എന്തായി? ഇതേ സമാധിയായി. പിന്നെ എടുത്തോണ്ടാ പോരുന്നത് ഇങ്ങോട്ട്. എന്താ പറ്റിയെന്ന് വെച്ചു. നമ്മൾ ചെല്ലുമ്പം നമ്മുടെ സ്വഭാവം അറിയാണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കമ്പിടരുത്, കോലിടരുത്, കല്ലെറിയരുത്. ഇല്ലേ? മൃഗങ്ങളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണനോട് ചോദിച്ചു, പറഞ്ഞു, ആ സിംഹത്തെ കണ്ടപ്പോൾ സിംഹവാഹിനിയായ എൻ്റെ അമ്മയുടെ ഓർമ്മ വന്നു. ദേവ്യോപാസനാണല്ലോ. അമ്മ സിംഹത്തിന്റെ മുകളിലല്ലേ ഇരിക്കുന്നേ. സിംഹവാഹിനിയായ എൻ്റെ അമ്മയെ ഞാൻ അവിടെ ദർശിച്ചു, സമാധിസ്നായി പോവായിരുന്നു. അത് സത്സംഗമാണ്. അപ്പൊ സത്സംഗം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സത്സംഗം ഇമാതിരി ഗ്രന്ഥങ്ങളാണ്. കാരണം വന്നേക്കണവൻ സത്താണോ അസത്താണോ നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തരും അവനെ പിടിച്ചകത്തിട്ടേക്കുക എന്ന്. ശ്രീശങ്കരന്റെ കാലം മുതൽ ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാമ്പര ബഹുകൃത വേഷക പശ്യന്യഭിജന പശ്യതി ലോകെ ഉദരനിമിത്തം ബഹുകൃത വേഷം. തിരുവനന്തപുരത്തൊരു സ്വാമിയുടെ ആശ്രമം രാത്രി കത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മള്? അല്ലേ? അപ്പൊ TV സ്വാമിമാരൊക്കെ അതൊക്കെ എന്താ? ഇതൊന്നും സത്സംഗത്തിൽ പെടുന്നില്ല. ഇന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല സത്സംഗം ഗ്രന്ഥങ്ങളാണ്, സദ്ഗ്രന്ഥങ്ങളാണ്. അതിനെ ആശ്രയിച്ചാൽ ആ ഗ്രന്ഥം തന്നെ, ഇത് ഈശ്വരന്റെ ഗ്രന്ഥാവതാരമാണ്. അത് നമ്മളെ എവിടെ എത്തിക്കും? യഥാർത്ഥ സദ്ഗുരുവിൽ നമുക്ക് വേണ്ടതാണെങ്കിൽ ഭഗവാൻ സ്വയമേവ എത്തിക്കും. ഇവിടെ അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യർക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? സത്സംഗമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം പറയാം, സത്സംഗത്തിന്റെ മഹാത്മ്യം. ശ്രീമദ് ഭാഗവതം മുഴുവൻ സത്സംഗമായുണ്ട്. ഒരിക്കൽ അദ്ദേഹം നാമം ജപിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോയി, അറിഞ്ഞില്ല. 1-2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുക്കുവിന്റെ വലയെ കിടന്ന് കിട്ടി. ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ പൊട്ടത്തരം പറയാവോ എന്ന്. ഇവിടെ ഒരു പ്രഭാകര സദ്യയുണ്ട്, കോട്ടയത്തുണ്ടായിരുന്ന ആളാ. അത് ഇടയ്ക്കിടയ്ക്ക് സമാധിയായിന്ന് കേൾക്കാം, പിന്നെ കാണുകയും ചെയ്യാം. കായംകുളം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു കേസ് രജിസ്റ്റർ ഇപ്പോഴും കിടപ്പുണ്ട്. എഴുതിയുള്ള അതൊരു 10-200 വർഷം കണ്ടായി ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട്, വർഷങ്ങളായി. ഇവിടെ അത്ര അറിയുമോ എനിക്കറിയില്ല. പ്രഭാകര സിദ്ധികളുടെ ഒരു 4-5 വർഷം മുമ്പ് അമൃതാശുപത്രിയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പോയി കണ്ടതാ. സംസാരിക്കാനൊന്നും പറ്റിയില്ല. അദ്ദേഹത്തിന്റെ കണക്കും പ്രകാരം അദ്ദേഹം നമ്മുടെ ഒരു സംവിധായകൻ അരവിന്ദനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ മടിയിരുന്ന് എൻ്റെ അച്ഛൻ പ്രഭാകരസിദ്ധികളെ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുത്തശ്ശന്റെ മടിയിരുന്ന് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന്. ഇതൊന്നും കെട്ടുകഥകളല്ല. ഇവരൊന്നും നിയമത്തിനപ്പുറം നിൽക്കുന്നവരാ. നമുക്ക് യോഗം ഉണ്ടെങ്കിൽ അവരെ കാണാൻ തിരിച്ചറിയാം. പ്രത്യേകിച്ച് ഹിമാലയ ഭാഗങ്ങളിലും അതുപോലെ തന്നെ തിരുവണ്ണാമലയിലൊക്കെ കാണാം. കേരളത്തിലുണ്ട് പലയിടത്തും.
അത് പറഞ്ഞ് നമ്മൾ വിഷയം അങ്ങോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് നിൽക്കാം. ഇവിടെ ചൈതന്യ മഹാപ്രഭു നാമം ചോദിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞ് വലയിട്ട ഏതോ ഒരു മുക്കുവന്റെ വലയിൽ ഇങ്ങനെ കുടുങ്ങി വലിച്ചു കയറ്റി. സുന്ദരനാണ്, ശ്രീകൃഷ്ണന്റെ അവതാരമാണെന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ കറുത്തിട്ടത്തെ സൗന്ദര്യമായിരുന്നു, ഇദ്ദേഹം വെളുത്തിട്ടുമായിരുന്നു. അപ്പൊ എന്താ ആലോചിച്ച് നോക്കൂ, ഗൗരാംഗൻ എന്നാ വിളിക്കണേ. ശ്രീകൃഷ്ണൻ കറുത്ത സുന്ദരനാണ് ശ്രീകൃഷ്ണൻ അല്ലേ? ഇദ്ദേഹം വെളുത്തിട്ട ശ്രീകൃഷ്ണന്റെ അവതാരമായിട്ടാണ് ഇസ്കോൺ എന്ന് കേട്ടിട്ടില്ലേ, ആ പ്രസ്ഥാനത്തിന്റെ. അപ്പൊ ചൈതന്യ മഹാപ്രഭു പിന്നെ കരയ്ക്ക് കയറ്റി കുറെ കഴിഞ്ഞപ്പം ഈ മുക്കുവൻ ഇങ്ങനെ വലയിൽ നിർത്തു. അത്ഭുതപ്പെടുത്തേ എഴുന്നേറ്റു. ഓ, അങ്ങ് എന്നെ രക്ഷിച്ചല്ലോ എന്ന് കെട്ടി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു. ഈ കെട്ടിപ്പിടിച്ചു ഓടി ഈ ഇദ്ദേഹത്തിന്റെ ആനന്ദം ഈ മുക്കുവന് കിട്ടി. മുക്കുവൻ അങ്ങ് സന്തോഷിച്ചു. വലയും താഴിട്ടു, മീനും താഴിട്ടു. പിള്ളേരും നേരെ വീട്ടിലേക്ക് വന്നു. ഭാര്യയൊക്കെ കൈയും വീശി ഒരാൾ വരുന്നു. സാധാരണ വാട്ടീസൊക്കെ അടിച്ച് വന്ന ആദ്യം 2-3 ചെണ്ടയ്ക്ക് 2 കൊട്ടൊക്കെ കൊടുക്കും ഭാര്യയെ ചെണ്ടയാക്കിയിട്ട്. അതിപ്പോൾ അതുപോലെ കിട്ടില്ല, ഇവർക്കും മനപ്രയാസ. ഇങ്ങനെ ചിരിച്ച് മൂല ഒന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നെന്ത് പറ്റി നിങ്ങൾക്ക്? ഉത്തരവില്ല. ആനന്ദിച്ച് ഇങ്ങനെ ഇരിക്കുക. കുറെ കഴിയുമ്പോൾ ഇവർക്ക് വിഷമം. ഇങ്ങർക്ക് എന്തോ സൂക്കേട് പിടിച്ചു എന്ന് വിചാരിച്ചു. വലയില്ല, മത്സ്യമില്ല, തന്നെ തല്ലണവുമില്ല, ചിരിച്ചുകൊണ്ടിരിക്കണം. ഇവരിറങ്ങി കടത്തീരത്തി വന്നു. സുഹൃത്തുക്കളെ കണ്ട പറഞ്ഞു, ആ വലയിൽ ഒരു വെളുത്ത ആളെ കിട്ടി, അങ്ങേര് കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഇവൻ വലയിട്ട് പോകണമുണ്ട്, ഞങ്ങൾ പിടിച്ചിട്ട് കേട്ടില്ല. അങ്ങേരെന്താ എങ്ങടാ പോയെ? ആ വഴിക്കാ പോയെന്ന് പറഞ്ഞു. ഈ അമ്മ ഇവരെ തപ്പി നടക്കുക. ഇത് എന്തെങ്കിലും ഒരിക്കൽ നടന്ന സംഭവം അല്ലാട്ടോ ഒക്കെ. ഇന്ന് ഈ ചൈതന്യ മഹാപ്രഭു കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം ഒരു കടത്തീരത്ത് കുറച്ചൊഴിഞ്ഞൊരു ഭാഗത്ത് ഒരു പൂവരച്ച മരം, വലിയ മരം, അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ആനന്ദിച്ച് ഇങ്ങനെ ഇരിക്കുക. ചെന്നിട്ടൊന്നു, എന്റെ ഭർത്താവിനോട് ഈ ചതി ചെയ്യണ്ടായിരുന്നു. എന്താ അങ്ങ് തൊട്ടു എന്നാ പറഞ്ഞപ്പോ സൂക്കേട് പിടിച്ചിരിക്കാൻ, എന്താ പറ്റിയേ? ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ, ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതാ, മഹാഭാഗ്യാണ്, നിങ്ങൾ സന്തുഷ്ടയായിരിക്കൂ, ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ അസുഖത്തോടൊന്ന് മാറിയാൽ മതി, എനിക്ക് ഇടയ്ക്ക് തല്ലും കിട്ടണം, അങ്ങനെ ബഹളം ഉണ്ടാക്കണം, മീനും പിടിച്ചോണ്ടും കാശും കിട്ടണം. ചൈതന്യ മഹാപ്രഭു ദുഃഖിച്ചു. കാരണം ഒരു സുഹൃതം പോണ വഴിയെ ഒരു കാര്യം ചെയ്യൂ, 6 പിശുക്കന്മാരുടെ വീട്ടിൽ ചെന്നിട്ട് യാചിച്ച് ധാന്യങ്ങൾ മേടിക്കുക, എന്നിട്ട് അത് പാചകം ചെയ്ത് ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഇവന്റെ പ്രാക്കുണ്ടാവും അതിൻ്റെ അകത്തെ, ഈ ചാപ്പാടില്ലേ. അത് കഴിയുമ്പോൾ ഈ കിട്ടിയ ആ സത്വഗുണം അങ്ങോട്ട് കെട്ടടങ്ങിക്കോളും, പഴയ പോലെ ആയിക്കോളും. 6 പിശുക്കന്റെ വീട്ടിൽ അവൻ കൊടുക്കുവോ? അവന്റെ വീട്ടിൽ ചോദിച്ചാലോ ഇനി കൊടുത്ത ചീത്ത പറഞ്ഞല്ലേ കൊടുക്കുള്ളൂ. ആണ് ആഹാരവും മനസ്സും തമ്മിലുള്ള ബന്ധം. അങ്ങനെ അതുകൊണ്ട് പാകപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെ പഴയ അവസ്ഥയിലായി. ചങ്ങരം പിന്നെ മറ്റേ എലി, പിന്നെ പൂലിയായിട്ട്, പിന്നെ എലിയായി, മൂഷിയ സ്ത്രീ പിന്നെയും ഇതായി എന്ന് പറയല്ലേ, മൂഷികനായി എന്ന് പറഞ്ഞ പോലെയായി. നോക്കൂ, ഒരു സ്പർശം, ഒരു സത്തിന്റെ സ്പർശം എന്തായി? ഒരു ദുർജനത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയ സാധനം സ്പർശിച്ചപ്പോൾ എന്താ അധപതനം ഉണ്ടായി? അതാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്താണ്? അയം ഹി പരമോ ലാഭം, പരമമായ ലാഭമാണ്. ഈ സഭാ കഴിഞ്ഞ് പോകുമ്പം ഒരു ഭാഗവതവും മേടിച്ച്, കിളിപ്പാട്ടായാലും കുഴപ്പമില്ല, മൂലായാലും കുഴപ്പമില്ല, എന്നും ഒരു പേജെങ്കിലും വായിക്കുക. അതിനേക്കാളും വലിയ മഹത്തായ സത്സംഗം ഇല്ല. അതുകൊണ്ട് നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞ് ഭഗവാൻ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അത് ഇതേ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഭഗവാൻ ഇദ്ദേഹം കണ്ണു തുറന്ന് നോക്കുന്നില്ല. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഈശ്വര സ്വരൂപം അങ്ങോട്ട് പോയിട്ട് ഇദ്ദേഹം നോക്കുമ്പോൾ മാർക്കണ്ഡേയൻ കണ്ണു തുറക്കാതിരുന്നപ്പോൾ ഭഗവാന് മനസ്സിലായി ഇദ്ദേഹം ആനന്ദത്തിലിരിക്കുക. അദ്ദേഹം ഈ എന്താ, ഒരു തുളയ്ക്കകത്തോടെ കാറ്റെങ്ങനെ അകത്ത് കയറുന്നുവോ അതുപോലെ ശ്രീപരമേശ്വരൻ എങ്ങോട്ട് കയറി ഇദ്ദേഹത്തിന്റെ ഹൃദയാകാശത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. പിന്നെ ഇദ്ദേഹം കാണുന്നത് ഇതാണ്. ആത്മന്യഭി ശിവം പ്രാപ്തം തടിത്പിംഗജടാധരം തൃക്ഷ്യം ദശഭുജം പ്രാംശു ഉദ്യന്തമിവ ഭാസ്കരം വ്യാഘ്രചർമാംബരതലം ശൂലഖഡ്ഗാംഗചർമ്മഭി അക്ഷമാലാഡമരുക കപാലാസി ധനുസ്സഹ ബിഭ്രാണം സഹസാഭാതം വിജിക്ഷ്യ ഹൃദി വിസ്മിത. ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്താ കാണുന്നത്? ആ മുക്കണ്ണനായ ഭഗവാൻ, മഞ്ഞ പിടിച്ച് ചെതറിക്കിടക്കുന്ന ജട, 10 കൈകളില് എന്തുണ്ട്? ശൂലം, മഴു, പരിച, രുദ്രാക്ഷമാല, ഉടുക്ക്, വാള്, തലയോട്ടി, വില്ല്, ഇങ്ങനെ നിൽക്കുന്ന ആനന്ദസ്വരൂപനായ ശ്രീപരമേശ്വരനെ തൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ ഇദ്ദേഹം അന്ന് വിട്ടു, ഇതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നേ? സമാധി കഴിഞ്ഞു.
എന്താ പറ്റിയെന്നറിയാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ എന്താ, അകത്ത് കണ്ട ആള് പുറത്ത് അതുപോലെ നിൽക്കുന്നു. വേറെ ചിലരുണ്ട്, പാർവതി ദേവിയുണ്ട്, മറ്റേ രുദ്രഗണങ്ങളുണ്ട്. മുനി അത്ഭുതത്തോടെ അദ്ദേഹത്തെ വന്ദിച്ചു, നമസ്കരിച്ചു. ഭഗവാനെ, ഇതിൽ കൂടുതൽ ഭാഗ്യം എനിക്ക് എന്താണ് കിട്ടാനുള്ളത് എന്ന് ആ ആ ഇരിക്കാൻ ഇടപ്പഴം കൊടുത്തു, പാദ്യം കൊടുത്തു, അർഘ്യം കൊടുത്തു, പൂമാലയിട്ടു, ഗന്ധം പുകച്ചു, ധൂപം ദീപം ഇവകളെല്ലാം ഭഗവാനെ അദ്ദേഹം ആരാധിച്ചു. പിന്നീട് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. നമഃ ശിവായ ശാന്തായ സത്വായ പ്രമൃടായ ച രജോ ജുഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ. ഭഗവാനെ, അവിടത്തേക്ക് ഈ ത്രിഗുണങ്ങളിലെ സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ബാധയൊന്നുമില്ലല്ലോ. എങ്കിലും അങ്ങ് ഈ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും സത്വഗുണത്തെയും സ്വീകരിച്ചിട്ട് സൃഷ്ടികർത്താവായും പരിപാലിക്കുന്നവനായും സംഹരിക്കുന്നവനായും അങ്ങ് തന്നെയാണല്ലോ മൂന്നായി മാറിയത് എന്ന ആ തത്വത്തിലൂടെ ഭഗവാനെ എല്ലാം സ്തുതിച്ചു കഴിഞ്ഞു. ഭഗവാൻ സന്തോഷായി പറഞ്ഞു, എന്താ, വരം വൃണീഷുഹന കാമം, ഞങ്ങൾ വന്നില്ലേ, അങ്ങ് ഒരു വരം ചോദിച്ചുള്ളൂ. വരം കൊടുക്കുന്നവർക്കും വരം കൊടുക്കുന്നവളാണ് ഞങ്ങള്. അങ്ങേക്ക് ഏതെങ്കിലും ദേവന്മാരൊക്കെ വരം തരുന്നുണ്ടെങ്കിൽ അവർക്ക് വരം കൊടുക്കാനുള്ള ശക്തി കൊടുക്കുന്നതാണ് ഞങ്ങൾ മൂന്ന് പേര്, ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരും. ഇതാ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നു, അങ്ങ് വരം ചോദിച്ചുകൊള്ളൂ എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് വരം തരുന്നതിന് കാരണം? ബ്രാഹ്മണ സാധവ ശാന്ത നിസ്സംഗ ഭൂതവത്സലാഹ ഏകാന്ത ഭക്തോ അസ്മാസു നിർവൈര സമദർശിനഃ. ബ്രാഹ്മണ, ഏറെക്കാലമായിട്ട് ഈ ഭൂജി, ആധുനിക കാലത്ത് ജനിച്ച കുറെ ജീവികളാണ്. 10-60 വർഷമായി അവര് വംശം ആരംഭിച്ചിട്ട് ബുദ്ധിജീവി ബുദ്ധിജീവി എന്ന് പറയും. ആ ബുദ്ധി ഒഴിച്ച് ബാക്കിയൊക്കെ ആ ജീവികൾ സംസാരിക്കും. അത് കേട്ട് നമ്മൾ ആ ശരിയാന്ന് വിചാരിക്കും. എന്താ വർണ്ണം അല്ലേ? ഇതൊക്കെ ഇതിന്റെ മറുമരുന്നത് ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബ്രാഹ്മണജാതി, വൈശ്യജാതി, പിന്നെ ശൂദ്രജാതി. എവിടെന്നാ കിട്ടിയേ? അങ്ങനെയാ കേട്ടിട്ടുള്ള. ആര് പറഞ്ഞു കേട്ടു? ചിത്രകഥ വായിച്ചപ്പോ അങ്ങനെ കണ്ടു. നമ്മുടെ പ്രമാണ ഗ്രന്ഥമാണ് ചിത്രകഥ. മഹാബലിയെ ചവിട്ടി എവിടെ ആരാ വിട്ടെ, എവിടെയാ വിട്ടെ, ഏത് പുസ്തകത്തിലുള്ള അതറിയാൻ മേലെ. അമർചിത്രകഥയിലുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അക്ഷയതൃതിക്ക് സ്വർണം വാരി കൂട്ടണം, എവിടെയാ പറഞ്ഞിട്ടുള്ളേ? മേടിക്കണം, അന്ന് ദാനം ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞാനം നമ്മളെ ഏതുവരെ അധപ്പതിപ്പിക്കുന്നു ഒക്കെ വിശദീകരിച്ച് പറയാൻ സമയമില്ലല്ലോ നമുക്ക്. ചിന്തിക്കുക. ഈ രാവണൻ മഹാബലിയെ എവിടെ പോയി കാണുന്നുണ്ട്? ഇവിടെ സുതലത്തെ പോയി കാണുന്നുണ്ട്. മഹാബലി ഭാര്യ വിന്ധ്യാവലിയോടും അവന്റെ മുത്തച്ഛൻ പ്രഹ്ലാദന്റെ കൂടി അവിടെ ഇരിക്കുന്നത്. മഹാബലി മഹാത്മാവായിരുന്നു, വലിയ ആളായിരുന്നു, പക്ഷെ അഹങ്കാരം ഉണ്ടായിരുന്നു. ഈ മുത്തച്ഛന്റെ കെയർ ഓഫിലാണ് പയ്യൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമ്മൾ പരാതി മുഴുവൻ വാമന്റെ പെടലേക്ക് വയ്ക്കും. എന്നാലും അങ്ങനെ ചെയ്ത് ശരിയായോ? കള്ളം പറഞ്ഞ് ചവിട്ടി താത്തിയില്ലേ? എവിടെ നിന്ന് കിട്ടി? അതറിയാൻ മേല. മാവേലി നാടു വാണിയുടെ കാലം മനുഷ്യരല്ല കൊഞ്ചുപോലെ നുണം പാടാൻ. ഒന്നുപോലെ അല്ലായിരുന്നു. ജ്ഞാനി അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. ഇതൊക്കെയാണ് മഹാബലി മഹാത്മാവുമായിരുന്നു. ഒരു ചെറിയ കളങ്കം ഉണ്ടായിരുന്നു. മിടുക്കൻ, ഇച്ചിരി അഹങ്കാരം ഉണ്ടോ നമ്മൾ പറയില്ലേ? അഹങ്കാരം പോയി കഴിഞ്ഞാൽ മിടുക്കനായി. അത് വൃത്തിയാക്കുമായിരുന്നു. തിരുവോണം അദ്ദേഹം ജനിച്ച ദിവസമാണ്. വാമനന്റെ ജയന്തി അല്ലാണ്ട് നമ്മുടെ ഗട്ടറിന്റെ ഇടയ്ക്ക് അവിടെ മഹാബലി പുറത്തു വരുന്ന ദിവസമല്ല. കൊടോയരം ചാടിച്ച്. മഹാബലി സുന്ദരനാണ്, ശക്തനാണ്, ധീരനാണ്, ദേവന്മാരെ പടയിൽ തോപ്പിച്ചവനാ. ഇവിടെ ഉള്ള മഹാബലിയെ കണ്ട അങ്ങേർക്ക് ആ വയറുമ്പോ ചോടാൻ പറ്റുമോ? ഓണത്തപ്പ കൊടവേര, ഓണത്തപ്പൻ ഉണ്ണിയാരാ? ഇവിടെ വാമന വൃത്തി അതിൽ കൊടവേരൊക്കെ ഉണ്ടാവുമായിരിക്കും, കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മൾ എത്രമാത്രം തെറ്റിദ്ധരിച്ചാണ് നമ്മുടെ സംസ്കാരം അറിഞ്ഞിട്ടുള്ളത്. ആ നമ്മുടെ സംസ്കാരം തെറ്റായ രീതിയിൽ അറിഞ്ഞതുകൊണ്ടാണ് അയോധ്യയിൽ പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നത്. നമുക്ക് നമ്മളെ പറ്റി അറിയാൻ പറ്റില്ല, പിന്നെ നാട്ടുകാർ വന്ന് കയറിയിരിക്കും അല്ലേ? ചെറുതല്ല ഇക്കാര്യങ്ങളൊന്നും.
അപ്പൊ ബ്രാഹ്മണൻ ആരാണ്? ചാതുർവണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശക. ഭഗവാൻ പറഞ്ഞു, നിന്റെ ഗുണവും കർമ്മവും നോക്കിയിട്ടാണ് നാലായിട്ട് തിരിച്ചിട്ടുള്ളത്. ജാതി അല്ലാതെ വരിച്ചത് സ്വീകരിച്ചതാണ് വർണ്ണം. ജാതി ജനിച്ചതാണ്. ഞാൻ മനുഷ്യജാതിപ്പെടും, പശു പശുജാതിപ്പെടും, പൂച്ച പൂച്ചജാതിപ്പെടും. അതാണ് ജാതി. വർണ്ണം വരിച്ചാണ്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എനിക്ക് കിട്ടിയ സ്വഭാവമാണ് എൻ്റെ വർണ്ണം, നിറം. നമ്മൾ അങ്ങനെ പറയാറില്ലേ, അവൻ്റെ നിറം കണ്ടാ അറിയാം. നിറം പറഞ്ഞാൽ ബോഡി നിറം നോക്കിയിട്ടാണ് പറയണേ. സ്വഭാവത്തിന് നമ്മൾ നിറന്ന് വിളിക്കും. കറുത്താണെങ്കിൽ ഉള്ളു വെളുത്താട്ടോ ഇരിക്കണേ, ഉള്ളു തുറന്നു നോക്കിയിട്ടാണോ പറഞ്ഞേ? നല്ല സ്വഭാവം എന്നല്ല എൻ്റെ അർത്ഥം. അപ്പൊ നമ്മുടെ തനിനിറം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവൻ്റെ തനിനിറം എപ്പോഴാ പുറത്ത് വന്നെന്ന് പറയില്ലേ? തനിനിറം അപ്പം അവൻ്റെ കറുപ്പ് മാറിയിട്ട് വെളുപ്പാവോ? ആ നിറം, വർണ്ണം വരിച്ചത്, സ്വീകരിച്ചത്. ആരാണ് ബ്രാഹ്മണൻ? എല്ലാവരെയും. അത് സുന്ദരമായിട്ട് നമ്മുടെ സ്മൃതിയിൽ പറയും, സംസ്കാരാ ദ്വിജ ഉച്യതേ. സംസ്കാരം കിട്ടുമ്പോൾ ഒരുത്തൻ ദ്വിജനാവും, രണ്ടാമത് ജനിക്കും. ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവൻ. സംസ്കാരം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചെത്തി എനിക്ക് വെട്ടിക്കളയുക. നമ്മളൊരു മരം വെട്ടി അത് ഉരുട്ടിയിടുന്ന അതിന്റെ ആവശ്യമില്ലാത്തൊക്കെ ചെത്തിക്കളയുമ്പോൾ അത് ഉരുളുന്നത്. ഇപ്പൊ ഭഗവാന്റെ ഈ വിഗ്രഹം ഉണ്ടാക്കി അതിനകത്ത് വേണ്ടാത്തൊക്കെ എടുത്തു കഴിഞ്ഞ് സംസ്കരിച്ചപ്പോ ഈ രൂപത്തിലായി. നമ്മളെങ്ങനെ ഇങ്ങനെ വന്നിരിക്കണേ? രാവിലെ കുളിച്ചു, പുറത്തെ അഴുക്ക് സംസ്കരിച്ചു കളഞ്ഞു. പിന്നെ ഉള്ളിൽ കുറെ ദേഷ്യമൊക്കെ ഉണ്ട്, അത് പുറത്തേക്ക് മിണ്ടുന്നുമില്ല. അങ്ങനെ രണ്ട് സംസ്കാരം വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണത്. കുറെ സംസ്കരിച്ച് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവമായിട്ട് അത് മാറും. കുഞ്ഞ് ജനിച്ചുമ്പോൾ കടുങ്കാപ്പി ഒന്നും കുടിക്കാറില്ല, ഉണ്ടോ? അത് അമ്മയുടെ പാല് കൊടുത്ത് സംസ്കരിച്ച് അവനെ കട്ടൻ കാപ്പി കുടിക്കാൻ പഠിപ്പിക്കും. പിന്നെ അവനതില്ലാണ്ട് പറ്റാണ്ട് വരും. നല്ല രീതിയിൽ സംസ്കരിക്കാൻ, ചീത്ത രീതിയിൽ സംസ്കരിക്കാന്ന് അർത്ഥം. അപ്പൊ ദ്വിജൻ സംസ്കാരം കിട്ടിയപ്പോൾ അവൻ ദ്വിജനായി രണ്ടാമത് ജനിച്ചു. പിന്നെയോ ഉച്ചതേ പിന്നെന്താണ്? വേദപാഠാത് ഭവേത് വിപ്രഹ. അവൻ വേദം പഠിച്ചു കഴിയുമ്പോൾ അവൻ വിപ്രനാവും. അവൻ അറിവ് കിട്ടി. ഇപ്പൊ തന്നെ നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കേണ്ടതെന്ന് നമ്മുടെ ഉള്ളിൽ തട്ടിയാൽ നമ്മൾ ഇപ്പൊ തന്നെ എല്ലാം ദ്വിജനായി. ഇനി രക്ഷപ്പെടണം കേട്ടോ. നാളെ ഒരു പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്തായി? വിപ്രനായി. അത് കഴിഞ്ഞിട്ട് എന്താ അടുത്ത് വരുന്നത്? വേദപാഠാത് വിപ്രഹ. പിന്നെയോ ബ്രഹ്മജ്ഞാനാദി ബ്രാഹ്മണ. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്നാ ഇതൊന്നും അനുഭവിക്കണമെന്ന് തോന്നൂല്ലേ? അപ്പൊ എന്തായി? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ 8 മണിക്ക് സൂര്യനെ കണ്ടോ നമ്മളൊക്കെ 5 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങും. വീട്ടിലെ വഴക്കുണ്ടാക്കൽ തുടങ്ങും. പിന്നെ എഴണേനെയും പറക്കുന്നതിനെയും നീന്തണേനും ഒക്കെ തിന്നാണ്ട് വരും. മനസ്സിലായല്ലോ? വെള്ളത്തിൽ കിടക്കും, ചീഞ്ചിട്ടി കിടക്കില്ല. ഇതൊക്കെ വളരെ ഈ ഭക്ഷണമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ എന്തായി? നമ്മളങ്ങനെ സംസ്കരിച്ച് നമ്മുടെ മനസ്സ് സത്വഗുണവർദ്ധനമായിട്ട് മാറും. അപ്പൊ എന്തായി? ഭഗവാൻ എത്തി ഒന്ന് നോക്കും നമ്മുടെ മുഖത്തേക്ക്. ഇവിടെ മഹാദേവൻ ഇറങ്ങിപ്പോയാല് അന്നേരം നമ്മുടെ വീട്ടുകാരും അന്ന് ആ ഭാഗവതം കഴിഞ്ഞ പിന്നെ വീട്ടിൽ പോയി സ്വൈര്യമുണ്ട് കേട്ടോ, ഇപ്പൊ സമാധാനം, പഴയ പോലെ ഒച്ചും ബഹളമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സമാധാനം അവിടെ ആയി, വീട്ടിലേക്കായി. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകും, കുറച്ചവിടെ ഇരുന്നിട്ടാ തന്നെ. അപ്പൊ എന്തായി? ഇദ്ദേഹത്തിന്റെ സമാധാനം ഇദ്ദേഹത്തിനായി, വീട്ടിലായി. വീട്ടിൽ അങ്ങനെയായപ്പോ എന്തായി? വീട്ടിൽ മൊത്തം ആകാൻ തുടങ്ങി. അങ്ങനെ 3-4 വീടാവുമ്പോ എന്തായി? നാട് ഐശ്വര്യമായി. മാറ്റി അവിടെ നിന്നുണ്ടായി, വ്യക്തിയിലുണ്ടായി. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഈ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല, കുറച്ച് നന്നായി ജീവിച്ചേക്കാന്നാണ്. അങ്ങനെ നന്നായി ജീവിതം അദ്ദേഹത്തിന്റെ ശൈലി ആവുമ്പോഴാണ് അവനെ വിളിച്ചത് ബ്രാഹ്മണ, ഈശ്വരനെ അറിഞ്ഞവൻ. ഇതാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ചോദിക്കും, ഭ്രൂണിലിട്ടവനൊക്കെ എന്തിനാ ബ്രാഹ്മണ എന്ന് വിളിക്കണേ? അതിന് ചിന്മയാൻ സ്വാമി പറഞ്ഞ ഉത്തരേ പറയാനുള്ളൂ. സ്വാമി ചോദിച്ചു, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചായ ഇടട്ടേന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അമ്മയോട് ചോദിക്കണം, എന്തിനാ ചായ ഇടുന്നത്? ഇട്ട ചായ തന്നാ പോരെ? അല്ലെങ്കിൽ ദോശ ചുടട്ടെ? ഈ ചുട്ടതിന്റെ പേരല്ലേ ദോശ, അല്ലേ? എന്നാലും നമ്മൾ ചോദിക്കണം എന്താ? ദോശ ചുടട്ടെ സ്വാമി. സ്വാമി തമാശ, ദോശ ചൂടണ്ട, കരിഞ്ഞു പോവും, മാവെടുത്ത് പരത്തിക്കോളും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? ആ രൂപപ്പെടാൻ പോകുന്നത് ദോശയാണ്, അതുകൊണ്ട് ആ മാവിന് നമ്മൾ പേരിട്ടു ദോശ. അതുപോലെ ആ കുലത്തിൽ ജനിച്ചവനെല്ലാം ഈ സംസ്കാരം പിന്തുടരേണ്ടവനാണ് എന്ന ധ്വനിക്കാണ് ബ്രാഹ്മണ ശബ്ദം അവിടെ പ്രയോഗിക്കുന്നത്.
അവന് മുൻകരുതലാണ്, നീ കൊള്ളാവുന്ന കുടുംബത്തിൽ ജനിച്ചവനാണ്, നീ ഇങ്ങനെ ജീവിക്കണം. ഇല്ലേ? ആലോചിച്ച് നോക്കൂ. അതാണ്. അപ്പൊ ആ ബ്രാഹ്മണരാണ് ശാന്തരാണ്, നിസ്സംഗരാണ്, എല്ലാവരും സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഏകാന്ത ഭക്തര് ആരോടും ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ ഞങ്ങൾക്ക് ആദരണീയരാണ്. ശ്രീകൃഷ്ണഭഗവാൻ പറയും, ഉദ്ധവരെ, ഞാനും അങ്ങും തമ്മിൽ അണുവിട വ്യത്യാസമില്ല. സാക്ഷാൽ ലക്ഷ്മി ദേവിയേക്കാൾ പ്രിയങ്കരനാണ് അങ്ങ് എനിക്ക്. ലക്ഷ്മി ദേവി കേട്ടാനുള്ള അവസ്ഥ ആലോചിക്കുക. 24 മണിക്കൂർ അവർ ഒന്നിച്ച. എൻ്റെ ഉദ്ധവരോട് സ്വകാര്യത്തിൽ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഉദ്ധവരെയാ, ലക്ഷ്മിയോട് അത്ര ഇല്ല. ഭാഗവതി പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഭക്തന്മാരുടെ പാദത്തിലുള്ള പൊടിയെടുത്ത് തൊട്ടിട്ടാണ് ഞാൻ ശുദ്ധനായത്. ഭഗവാൻ ഭക്തന്, ഉത്തമ ഭക്തന് കൊടുക്കുന്ന സ്ഥാനം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എങ്ങനെ വേണം മഹാത്മാക്കളെ ആദരിക്കാൻ? കാരണം അവര് ചലിക്കുന്ന ശ്രീകോവിലാണ്. നമുക്ക് ഈ 10-30 വർഷം മുമ്പ്, അത്ര ആയിട്ടില്ല, വള്ളിയൂരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും തിരുമേനിയുടെ മരണത്തിൻ്റെ അന്തരിക്കുന്നതിൻ്റെ ഒരു 3-4 മാസം മുമ്പ് ഗണപതിയുടെ അവിടെ വലിയ ക്യൂ കാണാം. തിരുമേനെ തൊഴാൻ അതിനേക്കാളും നീണ്ട ക്യൂ കാണാം. ഗണപതിയുടെ അടുത്ത് 100 പേരാക്കണേ, തിരുമേനെ കാണാൻ 150 പേരുണ്ട്. ഇതെന്താ പരിപാടി? അവിടെ ഗണപതി ഒറ്റയ്ക്ക് ഇരിക്കണു, ഇവിടെ ഗണപതിയെ വച്ചുകൊണ്ട് തിരുമേനി ഇരിക്കണു. മനസ്സിലായാലോ? ഗണപതി അവരോട് ഒറ്റയ്ക്ക് ഇരിക്കുക. ഇന്ന് തിരുമേനിക്ക് അവിടെ കയറി ഇരിക്കാൻ പറ്റില്ല. ഇവിടെ തിരുമേനി എവിടെ ഇരിക്കണത്? ഗണപതിയും വച്ചോണ്ടിരിക്കുക. അപ്പൊ ആരാ വലിയ ആള്? തിരുമേനിയല്ലേ? മറ്റേ ഗണപതി അവനോട് ഒറ്റയ്ക്ക് ഇരിക്കണേ, ഇത് ഗണപതിയും വച്ചു. അപ്പൊ മഹാത്മാക്കൾ എന്ന് പറയുന്നത് ചലിക്കുന്ന ശ്രീകോവിലാണ്. ഈശ്വരന്റെ ചലിക്കുന്ന ശ്രീകോവിലുകളാണ്. അതുകൊണ്ടാണ് അങ്ങയെപ്പോലുള്ള ബ്രാഹ്മണരെ ഞങ്ങൾ വണങ്ങുന്നത്, ഉപാസിക്കുന്നത് എന്ന് കാണുന്നു. കാരണം എന്നിൽ, വിഷ്ണുവിൽ, ബ്രഹ്മാവിൽ അങ്ങ് ഭേദബുദ്ധി കാണുന്നില്ല. നമുക്കൊരിക്കലും എന്തുണ്ടാവരുത്, വിഷ്ണു അല്ലെങ്കിൽ ചോറ്റാനിക്കമ്മ അങ്ങനെ അവിടെ അമ്മ ആ വേഷത്തിരിക്കുന്നു, ഇവിടെ ഭഗവാൻ ഈ വേഷത്തിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ നമുക്കൊരു ശങ്ക ഉണ്ടാവും. അപ്പൊ ഭഗവാൻ പറയും, ഇത് ഒന്നാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉൾക്കിടന്ന് എന്നെ എന്തിനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന് അങ്ങോട്ട് ചോദിക്കണം. ഇതിന് ഭേദബുദ്ധി എന്ന് പറയും. അത് ക്രമേണ അറിവ് ഉറക്കും തോറും ഈശ്വരൻ തന്നെ തൂത്ത് കളഞ്ഞോളും. പക്ഷെ ഉള്ളാലെ അറിഞ്ഞിരിക്കണം എന്താ? ഇതെല്ലാം ഒന്നാണ്. എന്തെങ്കിലും ഒരിക്കൽ നമുക്കത് അനുഭവത്തിൽ വരികയും ചെയ്യും. ആ കാര്യത്തിൽ സംശയമില്ല. അപ്പം എന്ന് പറഞ്ഞു കേട്ടോ. മാർക്കണ്ഡേയനോട് ഭഗവാൻ പറഞ്ഞിട്ട് തീർന്നില്ല. തീർത്ഥങ്ങളിൽ പോകാം, ക്ഷേത്രങ്ങളിൽ പോകാം, അവിടെയൊക്കെ ചെന്ന് തീർത്ഥത്തിൽ കുളിക്കാം, ക്ഷേത്രത്തിൽ തൊഴാം, തീർച്ചയായിട്ടും ശുദ്ധിയാവും. പക്ഷെ എത്ര കാലത്ത് അധ്വാനം വേണം? ഒന്ന് പോയി തൊഴുത് നമ്മൾ ശുദ്ധിയാവാറുണ്ടോ? ഗംഗയിൽ പോയി ഒന്ന് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ എത്ര കുളിച്ചു. അവിടെ നിന്ന് ഗംഗാ തീർത്ഥവും വീട്ടിൽ കുളിച്ച് ഇന്ന് സേവിക്കുന്നുണ്ട്. ഞാൻ കഴിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു വൃത്തിയാവുള്ള, വൃത്തിയായതുകൊണ്ട് ലക്ഷണം എന്താ അറിയോ? നമ്മുടെ ഉള്ളിൽ വിഷമം ഉണ്ടാവില്ല, ആരോടും ദേഷ്യവും ഉണ്ടാവില്ല. ഇവിടെ കയറുന്ന ഗംഭീരമായിട്ടൊക്കെ എല്ലാവരും സ്നേഹിക്കാൻ പറയും. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ കയർക്കുമ്പോഴും നമുക്ക് ദേഷ്യം വരും. അപ്പൊ അതിൻ്റെ അകത്ത് എന്താ? ഉള്ളി ചെളിയുള്ളത് കൊണ്ടാണ്, അതെ, അഴുക്കുള്ളത് കൊണ്ടാണ്, അല്ലേ? അതാണ് സത്സായി പറയും, വേദിയിൽ ഹീറോ, വീട്ടിൽ സീറോ. സാർ, നീ സീറോയായ, നീ ഹീറോയാവാൻ ഒറ്റ വഴിയുള്ളൂ. സീറോയുടെ ഇപ്പോൾ ഒന്ന് നിർത്തുക. ഒന്നെന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഒന്നിനെ ഈശ്വരനെ. അപ്പോൾ ഒന്നിട്ട് ഒരു പൂജ്യം ഇട്ടാൽ 10, ഒരു പൂജ്യം ഇട്ടാൽ 100. എത്ര പൂജ്യം ഇട്ടാൽ എന്തായി? വില കൂടുകയുള്ളൂ. ആ ഒന്നെന്ന് പറഞ്ഞത് ഈശ്വരൻ. ഞാനാണ് ഹീറോ, നീ സീറോയാണ്. നീ ആവുന്ന സീറോയോട് കൂടി എന്നെ ചേർത്ത് നിർത്തുക. വ്യക്തമായല്ലോ? അപ്പം ഈ ഭഗവാൻ മഹാദേവൻ പറയാണ്, ഈ തീർത്ഥങ്ങളോ ക്ഷേത്രങ്ങളോ ഒന്നും നിങ്ങളെപ്പോലെയുള്ളവരുടെ ദർശനം കൊണ്ട് കിട്ടുന്ന അത്ര ശുദ്ധി ഈ തീർത്ഥങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും തരാൻ സാധ്യമല്ല. കാരണം നിങ്ങളുടെ ദർശനം കൊണ്ട് തന്നെ എന്താവുന്നു? പുനാതി ഭുവനത്രയം. ഭാവത്തിന്റെ മറ്റൊരു ഭാഗത്ത് പറയണയാണ്, 3 ലോകങ്ങളും പരമപവിത്രമായി തീരും. എന്നിട്ട് ഭഗവാൻ പറയണ, ബ്രാഹ്മണേഭ്യോ നമസ്യാമോ യേ സ്വദ്രൂപം ത്രയീമയം ബൃഭ്യത്യാത്മസമാധാന
തപസ്വാധ്യായ സംയമൈ. ഈ യഥാർത്ഥ ബ്രാഹ്മണൻ തപസ്സുകൊണ്ട്, സംയമനം കൊണ്ട്, വേദം അനുഷ്ഠിച്ച് വേദസ്വരൂപമായിട്ട് ഇരിക്കുന്ന ആ ബ്രാഹ്മണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും നമസ്കരിക്കണു. ശ്രവണാത് ദർശനാദവി മഹാപാതകിനോപി വാ ശുദ്ധേരൻ അന്ത്യജശ്ചാവി കിമു സംഭാഷണാദിവി. എന്തിന്? മഹാപാപികള്, ചണ്ടാളന്മാര് ഈ മഹാത്മാക്കളെ പറ്റി കേട്ടാ മതി, ഒന്ന് കണ്ടാ മതി, അപ്പൊ പരമപവിത്രാവും. അപ്പൊ മിണ്ടും കൂടെ ചെയ്താലോ? ശ്രീബുദ്ധന്റെ കഥയിൽ സംഭവമുണ്ട്. അഹിംസകൻ എന്നൊരു ശിഷ്യൻ ഗുരുവിന്റെ ഒരു തെറ്റിദ്ധാരണയിൽ ഗുരുകുലത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. ഇയാൾക്ക് പകയായി. അന്ന് അയാൾ അവിടെ പിന്നെ കവർച്ച ആരംഭിച്ചു. അതിനെ കാണുന്നവനെ മുഴുവൻ കൊല്ലും. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന അരിവാളാണ്. കൊന്നു കഴിഞ്ഞാൽ അവന്റെ വിരല് ചെത്തിയെടുക്കും. എന്നിട്ട് അതുകൊണ്ട് കഴുത്തിൽ മാല കെട്ടിയിട്ടു. അങ്ങനെ ഇയാളുടെ പേര് അങ്കുലിമാല എന്നായി. അങ്കുലിമാല എന്നാണ് അറിയപ്പെടുന്ന കഥയുടെ. വിരല് എത്ര എണ്ണത്തിനെ കൊന്നു എണ്ണ എടുക്കാൻ നീ മറ്റൊക്കെ ചീഞ്ഞു പോലെ വിരലിന്റെ എണ്ണ എടുത്താൽ മതിയോ? അങ്ങനെ അങ്കുലിമാലയെ പേടിച്ച ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് പോലും ആരുമില്ലാതെ കിടക്കുന്ന സന്ദർഭം. ശ്രീബുദ്ധന്റെ ദേശാടന സമയമാണ്. ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും അങ്ങ് പോകരുത്, അപകടമാണ്, അങ്കുലിമാല അവിടെയുണ്ട്. പുഞ്ചിരിച്ചു, ഒന്നും ഇല്ലാതെ നടക്കുകയാണ്. കുറച്ചും കൂടി ചെന്നപ്പം കുന്നിന്റെ മുകളിലുള്ള വൃക്ഷച്ചുവട്ടിൽ നിന്ന് താഴ്വാരത്തിലൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടു. ഏകാന്തനായിട്ട് അങ്കുലിമാലയ്ക്ക് കൂടി ചുടിച്ചു. ഇത്ര നിർഭയനായിട്ട് എന്റെ മുന്നിലൂടെ പോകാൻ ഇയാളാരാണ്? നിക്കവിടെ അലറി. ഇദ്ദേഹം കേൾക്കണില്ല. അങ്ങനത്തെ ഒരു ചെവി നമുക്ക് ഉണ്ടാവണം. എന്താ? നമ്മളെ പറ്റി അല്ലാത്തൊന്നും കേൾക്കരുത്, അല്ലെങ്കിൽ കേട്ട പോലെ ആവരുത്. സത്യസായിബാബയോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എത്ര അപവാദം എന്നെ പറ്റി ആൾക്കാർ പറഞ്ഞതെന്നറിയാവോ? അപ്പൊ സ്വാമി പറഞ്ഞു, എന്നെ പറ്റിയും പറയാറുണ്ട്. സ്വാമി പറഞ്ഞു, രണ്ട് വഴി പറഞ്ഞുതരാം. ഒന്ന്, നിന്നെപ്പറ്റി പറഞ്ഞത് ശരിയാണെങ്കിൽ നീ അങ്ങ് മാറിയേക്കുക. ഇപ്പൊ എന്നെ മുഖത്ത് നോക്കിയാൽ നുണയാന്ന് വിളിക്കുന്നു നോക്കട്ടെ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഞാൻ നുണയനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ നുണ പറയണ സ്വഭാവമുള്ളതാണ് അങ്ങനെ നുണ. അപ്പൊ ഉള്ളി പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് സത്യമല്ലേ, പിന്നെ എന്തിനാ ദേഷ്യപ്പെടണേ? ഇനി അങ്ങനെ ഞാൻ നുണ പറയണ ആളല്ലാന്ന് വെക്കട്ടെ, അപ്പൊ അയാൾ നുണയല്ലേ പറഞ്ഞത്, അത് ഞാനോട് ദേഷ്യപ്പെട്ടൊരു കാര്യമുണ്ടോ? എന്നിട്ട് സ്വാമി പറയാം, ഞാനെന്തിനാ ഈ എന്റെ മുടി ഇങ്ങനെ ഇട്ടേക്കണം നിങ്ങൾ കണ്ടോ? സത്യസായിയുടെ പടം കണ്ടിട്ടില്ലേ? ചെവി കാണാനില്ല, കിരീടം പോലും മുടി ഇങ്ങനെ എടുക്കുക. അതെ, ഞാൻ ഇങ്ങനെ അരിച്ചരിച്ചാണ് ചെവിയിലേക്ക് സാധനം എടുക്കുന്നത്. ശബ്ദം അരിക്കും, വേണ്ടത് മാത്രമേ അകത്തേക്ക് എടുക്കുള്ളൂ. അങ്ങനെ വേണ്ടത് മാത്രം അകത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, ടെൻഷനില്ല. നമ്മളെല്ലാം കൂടെ മൊത്തം അകത്തേക്ക് എടുക്കും. എന്നിട്ട് എന്നെ എങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഈ അങ്കുലിമാല കിടന്ന് അലറിയിട്ടും വേണ്ടാത്തത് കേൾക്കാത്ത ശീലമുള്ളതുകൊണ്ട് ശ്രീബുദ്ധൊന്നും കേട്ടില്ല. ഇയാളോ അരിവാളും പൊക്കി പിടിച്ചിട്ട് പാഞ്ഞവിടെ ചെന്ന് ഇദ്ദേഹം നിൽക്കൂ എന്ന് പറഞ്ഞ പുറകെ ഓടിച്ചില്ലാണ്. ശ്രീബുദ്ധൻ അതേ വേഗതയിൽ ശാന്തമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ വന്ന് അരിവാൾ ഉയർത്തി, നിൽക്കൂ അവിടെ എന്ന് പറഞ്ഞു. ശ്രീബുദ്ധൻ അടിമുടി ഒന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ എപ്പോഴും നിൽക്കുകയാണ്, നീ ചലിക്കുകയാണ്. അത്ഭുതം. നടന്നുകൊണ്ട് അത് പറയണേ. നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയാം, ഞാൻ ചലിച്ചു, ഞാൻ നിൽക്കുകയാണ്, നീയാ ഓടണേന്ന്. ഈ വാക്ക് കേട്ട്, ഈ മന്ത്ര സമാനമായ വാക്ക് കേട്ട് ഇതിന് അരിവാള് താഴെ പോയി. അങ്ങ് ആരാണെന്ന് ചോദിച്ചു. നീ തന്നെയാണ്. ആ ഓരോ വാക്കുകളും അനുനിമിഷം ഈ അങ്കുലിമാലയെ ശുദ്ധനാക്കുകയാണ്. നീയാണ് ഓടുന്നത്, നിന്റെ മനസ്സ് നിശ്ചലമല്ല. ഞാൻ ചലിക്കുന്നില്ല, എൻ്റെ മനസ്സ് ശാന്തമാണ്. എൻ്റെ ശരീരമാണ് കുട്ടി ചലിക്കുന്നത്. സാഷ്ടാംഗം വീഴുവാണ്. പ്രഭു, ഞാൻ മഹാപാപിയാണ്. അല്ല, നിനക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നീ പാപിയല്ല, എഴുന്നേക്കൂ, എൻ്റെ കൂടെ വരൂ. ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം, സംഭാഷണം. മഹാദേവൻ ചോദിച്ചതാണ്, കിം സംഭാഷണാധിപിഹി. അപ്പൊ നിങ്ങളെപ്പോലൊരു മിണ്ടിയിട്ടുണ്ടെങ്കിലോ? അങ്കുലിമാലയുടെ ശേഷം കഥ, ഇദ്ദേഹം നാട്ടിൽ പോകുന്നു, ബുദ്ധനെ പരിചരിക്കുന്നു. ഏതാനും മാസങ്ങൾക്കകം ഒരു മഹായോഗിയായിട്ട് ഇദ്ദേഹം മാറുകയാണ്. ആര്? ഈ അങ്കുലിമാല മാറുകയാണ്.
ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, നീ ഭിക്ഷ മേടിച്ചുകൊണ്ട് വരൂ എന്ന് പറയാണ്. ഇങ്ങനെ ഭിക്ഷ മേടിക്കാൻ പോവാം. ഭിക്ഷ മേടിക്കാൻ പഴയ ഗ്രാമത്തിൽ ചെന്നപ്പം ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. എന്തു തിരിച്ചറിഞ്ഞു? ഇയാളാണ് പണ്ട് എൻ്റെ അച്ഛനെ കൊന്നത്, എൻ്റെ ഭർത്താവിനെ കൊന്നത് തിരിച്ചറിഞ്ഞു. ഇയാൾ ആയുധമില്ല. അപ്പോൾ ഇയാൾ കള്ളസ്വാമിയുടെ വേഷം കിട്ടി വന്നേക്കാണ്. എടുത്തു കല്ലും കൊട്ടവടിയും ഒക്കെ എടുത്ത് എറിഞ്ഞ് അടിച്ച് ചത്തു എന്ന് വെച്ചിട്ട് എല്ലാവരും തിരിച്ചുപോയി. സന്ധ്യയായി. എഴഞ്ഞെഴഞ്ഞ് ആശ്രമത്തിൽ ഗുരുസന്നിധിയിൽ അങ്കുലിമാല എത്തുകയാണ്. ബുദ്ധൻ ഓടിച്ചെന്നു, തടവി, മടി കിടത്തി, ചോദിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, കുഞ്ഞെ, അവരൊക്കെ നിന്നെ ഉപദ്രവിച്ചപ്പം നിനക്ക് അവരോട് ദേഷ്യം തോന്നിയോ? ഇല്ല ഗുരുദേവ. എന്തുകൊണ്ട് ദേഷ്യം തോന്നിയില്ല? ഞാൻ അവരെ എത്ര ദുഃഖിപ്പിച്ചതാണ്. അവരെത്രയല്ലേ എന്നെ ചെയ്തു. ഞാൻ ചെയ്തതിൻ്റെ ഒക്കെ ഒരു പ്രായശ്ചിത്വം കൂടിയായല്ലോ. ഇദ്ദേഹത്തിന് മിഴികൾ അടച്ചുകൊണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞു, എനിക്ക് സമാധാനമായി. എവിടെ? നിന്റെ ഉള്ളിലെ ആ പകയും വിദ്വേഷം പോയി, എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞ ആ മിഴികൾ തിരുമ്മി അടച്ചു. ആ മടിയിലിരുന്ന് അങ്കുലിമാല ശരീരം വിട്ടു, സമാധിയായി. ഒരു കാഴ്ച, ഒരു സംസാരം എത്ര മഹാപാതകയെ പോലും ശുദ്ധനാക്കും എന്ന് പറഞ്ഞു. സൂതൻ പറഞ്ഞു, ഇങ്ങനെ ആ ചന്ദ്രചൂഡന്റെ വാക്കുകൾ കേട്ട്, ധർമ്മരഹസ്യം കേട്ട്, അമൃതതുല്യമായ വാക്ക് കേട്ട് മാർക്കണ്ഡേയ മഹർഷിക്ക് മതിയായില്ല. വാച്ചേ നോക്കാറില്ല എന്നർത്ഥം. നമ്മൾ സമയം പോയെന്ന് പറയില്ലേ, സമയം പോയത് അറിഞ്ഞില്ല. അദ്ദേഹത്തിന് ആനന്ദത്തിൽ ഇങ്ങനെ രസിച്ചിരുന്നു. എന്നിട്ട് വിഷ്ണുവിൻ്റെ ആ മഹാമായയെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ സംശയങ്ങളൊക്കെ വേരറ്റ് മഹാവിഷ്ണുവിൻ്റെ മഹാമായ കണ്ടുണ്ടായ ക്ഷീണം ശ്രീപരമേശ്വരന്റെ അമൃതപരമായ വാക്കുകൾ കേട്ട് മാറി. എന്നിട്ട് മഹർഷി നമ്മോട് പറയാണ്, അഹോ ഈശ്വരലീലേയം ദുർവിഭാവ്യ ശരീരണാം എന്നമന്തദീശിതവ്യാനി സ്തുവന്തി ജഗദീശ്വര. ഓ, ഈശ്വരന്മാരുടെ ലീലകൾ ഓർത്ത ഒരെത്തും പിടുത്തവും ഇല്ല. എന്താണ്? ഭഗവാൻ ഇവിടെ ഒന്ന് ആരെയാണോ നമ്മൾ പൂജിക്കേണ്ടത്, ആ ഭഗവാൻ വന്നിതാ നമ്മളെ പൂജിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു. ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മനുഷ്യലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, ശ്രീപരമേശ്വരൻ വന്ന് ഇദ്ദേഹത്തെ ആദരിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്ന ഈശ്വരൻ ഇതാ നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഭഗവാന്റെ മഹിമ ഓർത്തിങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴത് ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യുമ്പോൾ, ഭഗവാൻ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഭഗവാന്റെ മഹിമ നഷ്ടപ്പെടുന്നുണ്ടോ? നൈതാവതാ ഭഗവത സ്വമായാമയ വൃത്തിഭിഹി. തൻ്റെ മായ ഉപയോഗിച്ച് ഭഗവാൻ താഴെ വന്ന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം നഷ്ടപ്പെടുന്നില്ല. ഏതുപോലെ ഇന്ദ്രജാലക്കാരൻ ഇന്ദ്രജാലം കാണിക്കുമ്പോൾ ഇന്ദ്രജാലക്കാരൻ അതിൽ പെടുന്നില്ല. അപ്പൊ അദ്ദേഹം ഓരോന്നൊക്കെ എടുത്ത് കാണിക്കും, നമ്മൾ അന്തം വിടും. ഇങ്ങനെ അന്തം വിടുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ അന്തം വിടണ കണ്ട് അന്തം വിടും. ഇങ്ങനക്കറിയാലോ നമ്മളെ പറ്റിക്കാന്ന് പറയാലോ, അല്ലേ? വ്യക്തമായില്ലേ? ഇന്ദ്രജാലക്കാരൻ്റെ ഇന്ദ്രജാലത്തിൽ പെടാത്തതുപോലെയാണ് ഭഗവാൻ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാന്റെ മഹിമ നഷ്ടപ്പെടുത്തുന്നില്ല, അതില്ലാതെ വരുന്നില്ല എന്ന് മാർക്കണ്ഡേയൻ അതിന് ഒരു ന്യായം കൂടി പറയുന്നു. തസ്മൈ നമോ ഭഗവതേ ത്രിഗുണായ ഗുണാത്മനേ കേവലായ ദ്വിതീയായ ഗുരവേ ബ്രഹ്മമൂർത്തയേ. ത്രിഗുണങ്ങളോട് കൂടിയവനും എന്നാൽ ഈ ത്രിഗുണങ്ങൾ ബാധിക്കാത്തവനുമായ, തന്നെപ്പോലെ രണ്ടാമതൊന്നില്ലാത്തവനായ, വേദസ്വരൂപിയായ, സർവജ്ഞനായ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. ഭഗവാൻ വരം ചോദിക്കണമെന്ന് പറയുമ്പോൾ പറയണത്, ഞാൻ എന്തു വരാ ചോദിക്കാനുള്ളത്? എനിക്ക് ഒരു വരവും വേണ്ട. എനിക്ക് വേണ്ട വരം ഇതാണ്, വരമേകം വൃണേധാവി. ഒരു വരം ചോദിച്ച് അനുഭവിച്ചല്ലോ. ഇവിടെ അദ്ദേഹം മനസ്സിലാക്കി വരം വേണ്ടാന്ന് പഠിച്ചു.
അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഒരേ ഒരു വരം മതി എനിക്ക്. ഏതാണ്? ഭഗവതി അച്യുതാം ഭക്തി. ഭഗവാനിൽ ഒരിക്കലും തളരാത്ത, കെട്ടുപോകാത്ത ഉത്തമമായ ഭക്തി എനിക്ക് തരണം. തത്പരേഷു, മാത്രമല്ല അതേ ഭക്തി ഭഗവാന്റെ ഭക്തന്മാരിൽ ഉണ്ടാകണം. മാത്രമല്ല തഥാത്വയി, അവിടുത്തെ ശ്രീപരമേശ്വരനിലും മഹാവിഷ്ണുവിലും മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരിലും ഒരുപോലെയുള്ള ഭക്തി എനിക്ക് തന്ന് അവിടെ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഈ മാർക്കണ്ഡേയനായി പൂജിതനായ, ആരാധിക്കപ്പെട്ട സർവജ്ഞനായ ഭഗവാൻ ശ്രീപാർവതീ ദേവിയോട് കൂടി ആ മാർക്കണ്ഡേയന്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് അവര് തിരിച്ച് പോവുകയാണ്. ഇതിനിടയ്ക്ക് പോകുന്നതിന് മുമ്പ് ഭഗവാൻ വരം കൊടുക്കുകയാണ്. കാമോ മഹർഷേ സർവോയം ഭക്തിമാൻ സ്ത്വം അധോക്ഷജേ. അങ്ങക്ക് ഇപ്പോൾ തന്നെ അധോക്ഷജനിൽ മഹാവിഷ്ണുവിൽ അഴവില്ലാത്ത ഉത്തമമായ ഭക്തിയുണ്ട്. ആകൽപാന്ത യശപുണ്യ, അങ്ങക്ക് ഈ കൽപ്പം ഒടുവിൽ തീരുന്നത് വരെ ജര ബാധിക്കാതിരിക്കട്ടെ, മരണം ബാധിക്കാതിരിക്കട്ടെ. മാത്രമല്ല ത്രികാലജ്ഞാനം അങ്ങക്ക് ഉണ്ടാകട്ടെ. ഹേ ബ്രഹ്മൻ, അങ്ങക്ക് അനുഭവത്തോടു കൂടിയ ജ്ഞാനം ഉണ്ടാകട്ടെ. ജ്ഞാനം രണ്ടു വിധം: ജ്ഞാനം, വിജ്ഞാനം. ഒന്ന് അനുഭവത്തോടു കൂടിയ ജ്ഞാനം, രണ്ട് അനുഭവം ഉറയ്ക്കാത്ത ജ്ഞാനം. അനുഭവത്തോടു കൂടിയ ജ്ഞാനം ഉണ്ടായ പിന്നെ അത് ഒരിക്കലും പിന്നെ വിചലിതമാകില്ല. ആ അറിവിൽ ദൃഢത വരണം. അറിവുണ്ട് നമുക്കല്ല. സാറ് പറഞ്ഞല്ലോ, നമുക്ക് രാവിലെ ഭക്തിയുണ്ട്, ഉച്ചയ്ക്ക് ഭക്തിയുണ്ട്, വീട്ടിലെ ഭക്തിയുണ്ട്, സപ്താഹത്തിലെ ഭക്തിയുണ്ട്. അപ്പം ഭക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പോവും. അതിനാണ് പറയണത് ഉറയ്ക്കാത്ത ഭക്തി. ഉറച്ച ഭക്തിക്ക് പറയുന്ന പേരാണ് സ്ഥിതപ്രജ്ഞൻ. ഗീതയുടെ ഭാഷ അത് പ്രജഗാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മനീയേവ ആത്മനാ തുഷ്ടഃ. എൻ്റെ ഉള്ളിലാണ് യഥാർത്ഥ ആനന്ദം എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ എന്താവണത്? ഭക്തനാവണത്. അപ്പൊ വിഷമം വരുമ്പോഴോ? വിഷമം വരുന്നില്ല, നീ അത് വന്നിട്ട് പോവുക. ഒരു വിഷമവും വന്നിട്ടില്ല, എന്ന് നിന്നിട്ടുമില്ല. ഈ വരാൻ പോണ വിഷമവും അങ്ങനെ തന്നെയാണ്, അല്ലേ? പിന്നെന്താ? നമ്മുടെ ജീവിതം ഒന്നുപോലും നമ്മുടെ കയ്യിലല്ല. ഒരു മരം നട്ടു നോക്കിയിട്ട്, വീട്ടിൽ താഴെ ഒരു മാവ് നട്ടു. ആ മരത്തിന്റെ ഒരു കമ്പ് എൻ്റെ രണ്ടാമത്തെ നിലയുടെ മുകളിൽ വരികയും ജനലിൻ്റെ അടുത്തുണ്ടാവുന്ന കമ്പിൽ മാമ്പഴം ഉണ്ടാവുകയും ചെയ്യണം. എനിക്ക് അവിടെ നിന്ന് പറിച്ചെടുത്ത് കഴിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്നതും കുഴപ്പമില്ല, മാവ് നടന്നതിനും കുഴപ്പമില്ല. പക്ഷെ മാവ് അങ്ങനെ വളരും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. വന്നാൽ ഇങ്ങോട്ട് കമ്പ് വരണമെന്നില്ല, ഉണ്ടായാലും മാങ്ങ ഉണ്ടാവണമെന്നില്ല. ഇനി മാങ്ങ ഉണ്ടാവണമെന്നില്ല, ഉണ്ടായപ്പോ ഈ ഒട്ടുമാവിൽ മുഴുവൻ പുഴുവാ. നോക്കി കണ്ടോണ്ട് രസിക്കാന്ന് മാത്രമേ പറ്റുള്ളൂ. ശരിയാണോ? ഇതുപോലെ തന്നെ ഒരു മാവിന്റെ വളർച്ചയിൽ എനിക്ക് എന്ത് സ്വാധീനമുണ്ടോ അത്രയും സ്വാധീനമല്ലേ എനിക്ക് എൻ്റെ ശരീരത്തിലുള്ളൂ. എൻ്റെ ശരീരം ഞാൻ വിചാരിച്ച ശരീരമാണോ വളർന്നേ? മുടി നരക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, അത് നരച്ചു, എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇപ്പോൾ കുറച്ചു നേരം ഇരിക്കും. ഇപ്പൊ നടു ഉണ്ടെന്ന് നടു ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, നിനക്ക് നടു ഉണ്ടെന്ന്. ഇങ്ങനെ ശരീരം ഉണ്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതിന്റെ പേരാണ് സൂക്കേട്. ശരീരം ഉണ്ടെന്ന് ഓർമ്മയില്ലാത്തതിന്റെ പേരാണ് സ്വാസ്ഥ്യം, സുഖം. നമുക്ക് എപ്പോഴാ ശരീരത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണേ? അവിടെ എന്തെങ്കിലും ഞൊണലുണ്ടാവണം, അല്ലെങ്കിൽ അസുഖം ഉണ്ടാവണം. അപ്പൊ എപ്പോഴും നമ്മൾ അതിനിങ്ങനെ താഴാട്ട് പാടിക്കൊണ്ടിരിക്കും, ആരാരോ എന്ന് പറഞ്ഞുകൊണ്ട്. ശരിയല്ലേ? ഈ ശരീരത്തിന്റെ വളർച്ചയിലോ തളർച്ചയിലോ നമുക്കൊരു പങ്കുമില്ല. പിന്നെ ഇത് ആരാ കൊണ്ടു കിടക്കുന്നത്? അവിടെ നിന്നാണ്, ഭഗവാനാണ്. ഈ അറിവുണ്ടെങ്കിൽ പിന്നെ പരിഭ്രമിക്കേണ്ട വരും. ചിദാനന്ദപുരി സ്വാമി പറയാറുണ്ട്, സൂക്കേട് വരും, അല്ല രോഗം വരും, പക്ഷെ സൂക്കേട് വരില്ല. അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞേ? അമ്മയോട് സ്വാമി കളിയാക്കാണ്. അല്ല അമ്മേ, രോഗം വരും. ഇത് ശരീരത്തിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഭഗവാന് ശരീരം നമുക്ക് ഫ്രീ ആയിട്ട് തന്ന സാധനമാണ്. ഏതാ? രോഗം. പക്ഷെ സൂക്കേട് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സ്വസ്ഥതയില്ലായ്മയാണ്. അത് നമുക്ക് മാറ്റി നിർത്താം, ശരീരത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അസുഖത്തെ നമുക്ക്
ശരീരമല്ലേ, സൂക്കേട് വരും. വന്ന് എന്ത് ചെയ്യും? ആശുപത്രി പോകും. ആശുപത്രി എന്ത് ചെയ്യും? മരുന്ന് തരും. മരുന്ന് കഴിച്ച് എന്ത് വരും? ചിലപ്പോൾ മാറും, ചിലപ്പോൾ മൊത്തം മാറും. ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെ നടക്കുകയുള്ളൂ. ജന്മ ജരാ മൃത്യു വ്യാധി, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം ഗീത പറയും. ഈ 4 മരുന്നില്ല. ഈ 4 നമുക്ക് പ്രശ്നമുള്ളൂ. ജന്മം അതൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഭാഗവതം പഠിക്കണേ. ജന്മ മൃത്യു, ഇനി മരിക്കും, അതാണ് അടുത്ത പ്രശ്നം. ജര, തൊലി ചുക്കി ചുളിയും അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? മുടി കറുപ്പിക്കാൻ തൊലി ചുളിയും എന്ത് ചെയ്യാൻ പറ്റും? ജര, പിന്നെ വ്യാധി, സൂക്കേട്. ഈ 4നും പരിഹാരം ഇല്ല അർജുന. അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്താണ്? ഇത് ശരീരത്തെയാണ് ബാധിക്കുന്നത്, എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. ലോകത്തുണ്ടായപ്പോൾ ഉള്ള പ്രശ്നം ഇതായിരുന്നു, ഇപ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്, ഇനി വരാൻ പോണ പ്രശ്നം ഇതാണ്. അസുഖം വരുമ്പോൾ നമ്മളെവിടെ ആശുപത്രി പോണതും നമ്മുടെ മന്ത്രിമാരെ അമേരിക്ക പോണതും ഈ 4 പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പോയാലും പരിഹാരമില്ല, ഇവിടെ പോയാലും പരിഹാരമില്ല. ചിന്മയാനന്ദ സ്വാമി തപോവന സ്വാമിയോട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് അമേരിക്ക പോകാം സ്വാമി, എന്തിനാ? അങ്ങേക്ക് അസുഖമല്ലേ? അപ്പൊ ചോദിച്ചു, ചിന്മയ, അമേരിക്കയിൽ ആരും മരിക്കാറില്ലേ എന്ന് ചോദിച്ചു. നമ്മളാണ് എന്തു പറയും, എത്ര കഷ്ടപ്പെട്ടാടാ നിന്നെ വളർത്താൻ, നിനക്ക് എന്നെ നല്ല ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്ന ചോദിക്കൂലേ? ആ തപോവന് തന്നെ ഉറപ്പുണ്ട്. എന്തുറപ്പുണ്ട്? ഇതെവിടെ കിടന്നാലും പോവും. ചോദിച്ചോ, ചിന്മയ, അമേരിക്ക ആരും മരിക്കാറില്ലേ? ഒന്നും മിണ്ടില്ല, തൊഴുതുകൊണ്ട് വന്നു. ഈ സത്യത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ശരീരത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും ക്ലേശങ്ങൾ നമ്മളെ ഒലക്കില്ല എന്നാ പറഞ്ഞത്, വിഷമിപ്പിക്കില്ല എന്നല്ല. ഒരു വിഷം വരും, ഒന്നും അറിയും, എന്നാ ചെയ്യാനാ, അങ്ങനെയാണ്, ഭഗവാൻ നോക്കട്ടെ. ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഇത് പഠിപ്പിക്കുന്നത്. ആർട്ട് ഓഫ് സഫറിങ്, ആർട്ട് ഓഫ് ലിവിങ് അല്ല. ചിന്മയാൻ സ്വാമി പറഞ്ഞാണ്, ഗീത ഈസ് ദ ആർട്ട് ഓഫ് ലിവിങ്. എങ്ങനെ ജീവിക്കണം, ഈ ദുഃഖങ്ങളുടെ ഇടയിൽ സന്തോഷമായി എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിച്ച കലയാണ് അവിടുത്തെ ജീവിതവും ഈ ഭഗവത്ഗീതയും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ജര ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല, ജ്ഞാനം, ത്രികാല ജ്ഞാനം ഉണ്ടാവും, വിരക്തി ഉണ്ടാവും. എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ബ്രഹ്മവർച്ചസിനഹ ഭൂയാത്. എപ്പോഴും ആ ബ്രഹ്മാനന്ദത്തിൽ, പരമാനന്ദത്തിൽ, ഈശ്വരനെ സ്മരിക്കുന്ന ആനന്ദത്തിൽ അങ്ങേക്ക് കഴിയാൻ സാധിക്കട്ടെ. മാത്രമല്ല, പുരാണ ആചാര്യത അസ്തു, പുരാണ ആചാര്യനായി അങ്ങ് അറിയപ്പെടട്ടെ എന്നൊരു വരം കൂടി കൊടുത്തിട്ടാണ് പോയത്. ഒന്നും ചോദിച്ചില്ല, നിറച്ചു കൊടുത്തു. നമ്മൾ എന്നും ചെന്ന് ചോദിക്കേണ്ട, ഒന്നും തരുന്നില്ല. നമ്മളെത്ര ലിസ്റ്റാ കൊടുക്കണേ പോകാൻ? ഞാൻ കൊടുക്കാറുണ്ട്. ഇന്നലെ തന്നൊന്നും നടന്നിട്ടില്ല എന്നും പറയും. ഇവിടെ സ്വാമി ബാബു പറഞ്ഞ ഉദാഹരണം ഉണ്ടേ. കാശിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ആർക്കാ? യാചകന്. മൂപ്പരെപ്പോഴും പണം താന്നല്ലേ പറഞ്ഞേ, വേറൊന്നും ചോദിക്കുന്നില്ലോ. ഏറ്റവും കുറച്ച് കിട്ടുന്ന ആർക്കാ? ഇങ്ങേർക്ക് കൊടുക്കൂട്ടും താല്പര്യമില്ല. അപ്പൊ എന്ത് നിങ്ങൾ ചോദിക്കുന്നുവോ അതാ നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈശ്വരനോട് ഒന്നും ചോദിക്കണ്ട, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഭഗവാന്റെ കൂടെ ആരുണ്ട്? ലക്ഷ്മി ദേവി ഉണ്ട്. ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ കൂടെ നടക്കാതിരിക്കാൻ പറ്റുമോ? ലക്ഷ്മി ദേവി ഒറ്റയ്ക്ക് വിളിച്ചാൽ എന്ത് വരും? കുറച്ച് വന്ന് ഇവിടെ 1-2 ദിവസം എടുത്തിട്ട് അമ്മയുടെ പാട്ടിന് പോകും. ആരുടെ അടുത്ത് പോകും? നാരായണന്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവിയെ ചപലാന്ന് വിളിച്ച് നാണക്കേട് ഉണ്ടാക്കിയത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. ചാബല്യവാർത്തോദഭൂത. ദേവിയുടെ കുഴപ്പമില്ല, അങ്ങ് ഇരിക്കുന്നിടത്തല്ലേ ദേവിക്ക് പോയി ഇരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഈ മണ്ടന്മാർക്ക് നാരായണനെ വിളിച്ചിരുത്തിയ പോലെ ദേവിയോടെ വന്നിരുന്നോളൂല്ലേ? ഒന്നും ചോദിക്കാത്ത മാർക്കണ്ഡേയന് അനുഗ്രഹത്തിന്റെ വർഷമാണ്. ഇതിന് തെളിവെന്താ? ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കള്, ജീവിച്ച് കാണിച്ചു തന്ന മഹാത്മാക്കള്, അവരുടെ എല്ലാ കാര്യങ്ങളും അത് ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. ഒന്നും അവർ ചെയ്യേണ്ട ധർമ്മം മുടങ്ങിയിട്ടില്ല. പിന്നെ കടന്നു പോകുന്ന ദുരിതങ്ങളോ നമ്മൾ സമ്പാദിച്ചു കൊണ്ടെന്നോ ആണ്. ഗോപാലകൃഷ്ണൻ സാറ് പറയാറുണ്ട്, ഈ വീടിന്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ, ഏറ്റുമാനപ്പൻ എന്നൊക്കെ നമ്മൾ എഴുതി വെക്കാറില്ലേ? അങ്ങനെയല്ല എഴുതി വയ്ക്കേണ്ടത്. ഈ വീടിന്റെ ഐശ്വര്യം എൻ്റെ കയ്യിലിരിപ്പ്. സാറ് പറയാറുള്ള എന്താ കാരണം? ഞാനാണ് എൻ്റെ ഇന്നത്തെ ഭാവി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നാളത്തെ എൻ്റെ ഭാവി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാൻ പറ്റും. എങ്ങനെ? എൻ്റെ സത്കർമ്മങ്ങളിലൂടെ. അമ്മ എപ്പോഴും പറയാറുണ്ട്, വള്ളിക്കാവിലമ്മ, ഒരു ഭക്തനും ഇന്നേ വരെ ഒന്നിൻ്റെയും കുറവുണ്ടായിട്ടില്ല.
ഉണ്ടാകുകയുമില്ല. ഇത് ഈശ്വരന്റെ പ്രതിജ്ഞയാണ്.